റുപ്പിബങ്കിന്റെ വാട്സ്ആപ്പ് സർവീസ് ആയിട്ടുള്ള ആസ്ക് റുപ്പിബങ്കിലേക്ക് വാട്സ്ആപ്പ് നമ്പർ 8848030018 കോൺടാക്ട് ചെയ്യുന്ന പല ആളുകളുടെയും SIP എമൗണ്ടുകൾ 10,000, 20,000, 30,000 പോലുള്ള റൗണ്ട് ഫിഗറുകളാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു റൗണ്ട് ഫിഗർ വെച്ചിട്ടാണോ നമ്മൾ SIP ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. കൃത്യമായിട്ടുള്ള SIP എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം, അത് എന്താണ് എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ സുഹൃത്താണ് റുപ്പിബങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിബങ്ക് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. 10,000, 20,000, 30,000 SIPകൾ ചെയ്യുന്ന ആളുകൾ അതൊരു കൺവീനിയൻസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതൊരു എളുപ്പത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അത് എപ്പോഴും അവരെ തുണയ്ക്കണം എന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റിനായിട്ട് ഒരു 5 കോടി രൂപ ആവശ്യമുണ്ട് എന്ന് കരുതുന്ന ഒരാള് 10,000 രൂപയുടെ SIP ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടാവുന്നില്ല. അതേസമയം തന്നെ ഒരു 5 ലക്ഷം രൂപ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് ഒരു 10 വർഷത്തിന് ശേഷം ആവശ്യമുള്ള ഒരാള് 30,000 രൂപയുടെ SIP ചെയ്യുന്നതും ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ SIP എമൗണ്ടുകൾ തീരുമാനിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. നമ്മളുടെ ഗോള് എത്രമാത്രം അകലെയാണ്, നമ്മളുടെ ഗോളിനായിട്ട് എത്ര രൂപ ആവശ്യമുണ്ട്, അതുപോലെ നമ്മൾ എന്ത് തരത്തിൽ റിസ്ക് എടുക്കുന്ന ഒരാളാണ്. ഈ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ സെലക്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള തുക കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ SIP ചെയ്യാൻ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെന്റ് 15 വർഷത്തിന് ശേഷമാണ് എന്ന് കരുതുക. അതായത് ഇപ്പൊ ഒരു 30 വയസ്സായിട്ടുള്ള ആളാണ്, അതിൽ ചിന്തിക്കുകയാണ് 15 വർഷത്തിന് ശേഷം എനിക്ക് റിട്ടയർ ആവണം. അപ്പൊ ഞാൻ എന്റെ റിട്ടയർമെന്റ് ഗോള് 15 വർഷമാണ് ശേഷമുള്ള റിട്ടയർമെന്റ് ആണ്. അതിന് എനിക്ക് വേണ്ടത് അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടിയതനുസരിച്ച് ഒരു കോടി രൂപയാണ് അദ്ദേഹത്തിന് വേണ്ടത് എന്ന് കരുതുക. അപ്പൊ അങ്ങനെ 1 കോടി രൂപ വേണ്ട ഒരാള് ഈ 15 വർഷത്തിന് ശേഷം വരുന്ന ആ ഗോളിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക ഏകദേശം ഒരു 19,000 രൂപ ഒക്കെ വരുന്ന ഒരു തുകയാണ്. അത് ചെയ്യേണ്ടത് ഈ 15 വർഷം എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലുള്ള ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് കൂടിയ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിലോ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഫണ്ടുകളിലോ അപ്പോ അങ്ങനെ നമ്മൾ എത്ര കാലത്തിന് ശേഷം എത്ര പണം വേണം എന്നുള്ളത് ഏത് തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അതിൽ നടത്താൻ സാധിക്കും എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ SIP എമൗണ്ട് തീരുമാനിക്കാൻ. അല്ലാതെ ഒരു റാൻഡം ആയിട്ട് ഒരു നമ്പർ എടുത്തിട്ട് പോവുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ ആസ്ക് റുപ്പിബങ്ക് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു ഗോൾ പ്ലാനിങ് നടത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ 10,000, 20,000 എന്നുള്ളതിന് പകരമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. എപ്പോഴും നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ആവറേജും അവരുടെ റിസ്ക് എടുക്കാനുള്ള കഴിവും ആ ഗോളിന്റെ ഡ്യൂറേഷനും ഒക്കെ നോക്കിയിട്ടാണ് നമ്മളുടെ ഒരു സജഷൻസ് അവരോട് ഡിസ്കസ് ചെയ്യാറ്. എപ്പോഴും ഈ ഗോളുകളുമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ മാപ്പ് ചെയ്യാൻ പറയുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലാണ് നമുക്കൊരു ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാള് നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് മുടക്കം വരുത്താനുള്ള സാധ്യത കുറവാണ്. നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമുക്ക് ആ സമയത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിലല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇന്ന ഫണ്ടിൽ ABC എന്ന് പറഞ്ഞ ഫണ്ടിൽ 15,000 രൂപ എല്ലാ മാസവും നിക്ഷേപിക്കും എന്നുള്ളത് ഒരു കൃത്യമായിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗോളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നോക്കം പോകാനുള്ള സാധ്യത കുറവാണ് സാധാരണ ഒരു ഫിനാൻഷ്യലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരാള്. അതേസമയം തന്നെ അയാൾ ചിന്തിക്കുകയാണ് ഒരു 12,000 രൂപ എവിടെയെങ്കിലും നിക്ഷേപിക്കാം, എന്തെങ്കിലും വരുമ്പോ നോക്കാമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു തവണ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഈ പണം മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ 12,000 രൂപ ഒരു മാസം എടുക്കാനില്ലാത്ത സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ SIP സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് അവർ ആദ്യം ശ്രമിക്കുക. അതേസമയം തന്നെ ഈ കൃത്യമായിട്ടുള്ള ഗോളുകളുമായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ആള് ആ ഇൻവെസ്റ്റ്മെന്റുകൾ പരമാവധി തുടരാൻ തന്നെയാണ് ഉള്ള സാധ്യതകൾ. അപ്പോൾ അങ്ങനെ ഒരു ഗോളും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകളും തമ്മിൽ മാപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സക്സസ്ഫുൾ ആവാനോ അവർ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കൂടാനുള്ള സാധ്യത. എല്ലാവർക്കും എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും യോജിക്കില്ല എന്നത് നമ്മൾ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ആവശ്യം വരുന്ന ഒരു ആള്, അത്യാവശ്യം വയസ്സായിട്ടുള്ള ഒരാള്, അദ്ദേഹത്തിന് ഒരു സ്മോൾ ക്യാപ് ഫണ്ടിലോ മിഡ് ക്യാപ് ഫണ്ടിലോ ഒക്കെ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലേശം മണ്ടത്തരായിരിക്കും. കാരണം എന്താ, അത്യാവശ്യം വയസ്സായിട്ടുള്ള ഒരാളുടെ ഒരു ഇൻകം ജനറേറ്റിംഗ് പൊട്ടൻഷ്യൽ, ഇനി പുതിയ വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവ് താരതമ്യേന കുറവായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഉള്ള പണം ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നഷ്ടസാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെ നഷ്ടം വന്നു കഴിഞ്ഞാൽ വീണ്ടും
തിരിച്ചൊരു രണ്ടാം ശ്രമം നടത്താനുള്ള സമയമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആരാണ്, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊഫൈൽ എന്താണ്, നമ്മൾ എന്തുമാത്രം റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തുമാത്രം റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യാൻ. അല്ലാതെ എന്റെ കൂട്ടുകാരൻ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നുണ്ട്, ഞാനും എല്ലാ സ്മോൾ ക്യാപ് ഫണ്ടുകളിലും നിക്ഷേപിക്കാം എന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. SIP-കളെ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിക്കൊണ്ടുവരിക, ഇൻവെസ്റ്റ്മെന്റിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് SIP-കൾ ടോപ്പ് അപ്പ് ചെയ്യുക എന്ന് പറയും. അതായത് ഈ വർഷം നിങ്ങൾ 5000 രൂപയാണ് നിക്ഷേപിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം സ്വാഭാവികമായിട്ടും അത് 6000 ആക്കി വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നത് കുറെ കൂടെ ഫാസ്റ്റർ ആക്കാനും അല്ലെങ്കിൽ ഗോളിൽ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന വർധനവിനെ നമുക്ക് പരിഗണിക്കാനും പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ SIP-കൾ ടോപ്പ് അപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾ കാലാനുസൃതമായിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പലരും ചെയ്യാത്തൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ ഗോളുകൾ റീച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരികയോ റീച്ച് ചെയ്യാതിരിക്കാനുള്ള സാധ്യത കൂടുകയോ ചെയ്യും. നിങ്ങൾ എല്ലാവരും ചെയ്ത് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓവർ ആക്കിയിട്ടുള്ള ആളുകളാണ്. അതായത് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50-60 സ്റ്റോക്കുകളൊക്കെ ഉള്ള ഒരു ബാസ്ക്കറ്റ് ആണ്. അതായത് നമ്മൾ ഇടുന്ന പൈസ ഈ 50-60 സ്റ്റോക്കുകളിലേക്കാണ് വിഭജിച്ചു പോകുന്നത്. ഇങ്ങനെ ഒരു 10 മ്യൂച്വൽ ഫണ്ടുകളുടെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ 500-600 സ്റ്റോക്കുകളുടെ ഭാഗമായിട്ട് മാറുകയാണ്. അപ്പൊ നമ്മളുടെ ഈ 600 സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ഒരു സെൻസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പർ ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവരുന്നതിനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കണം. 73-74 മ്യൂച്വൽ ഫണ്ടുകളുള്ള പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോ ഈ 74 മ്യൂച്വൽ ഫണ്ടുകളുടെ ലിസ്റ്റ് എടുക്കാൻ തന്നെ 2-3 പേജ് ഉണ്ടാവും. അതിൽ നിന്ന് ഓരോന്നിനും വളരെ തുച്ഛ എമൗണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് ഭാവിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ കാരണം അതിന്റെ റിട്ടേൺ എപ്പോഴും ഒരു ആവറേജ് നിലവാരത്തിൽ നിൽക്കാറുണ്ട്. അപ്പൊ അതൊക്കെ കാരണം മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ 4-5 മ്യൂച്വൽ ഫണ്ടുകൾ മാത്രം ഒരു തവണയായിട്ട് നിക്ഷേപിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ SIP ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലംസമായിട്ട് പണം കിട്ടുമ്പോൾ ഒറ്റത്തവണ നിക്ഷേപങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യാനും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഇത്തരം കുറച്ച് കാര്യങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഫ്രൂട്ട്ഫുൾ ആവാനും നിങ്ങളുടെ ഗോളുകൾ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാനും സാധിക്കും. ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ SIP-കളുമായിട്ട് ബന്ധപ്പെട്ട് ഈ അടുത്ത് ചെയ്തുള്ള 2 വീഡിയോകളാണ് ഇവിടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട്